ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്പായത്തോട് മട്ടന്നൂർ 4 വരിപ്പാത സാമൂഹിക ആഘാത പഠനം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിരവധി സ്ത്രീ സുരക്ഷാ നിയമങ്ങളുണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി. കുഞ്ഞായിഷ. ഇരിട്ടി ടൗണിലെ മോഷണം, പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അടയ്ക്കാത്തോട് മുട്ടുമാറ്റിയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം ചീങ്കണ്ണിപ്പുഴയിൽ നിന്നും കണ്ടെത്തി. കുന്നുംപുറത്തെ ചെറിയാന്റെ ഭാര്യ ഷാൻഡിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. അമ്പായത്തോട് മട്ടന്നൂർ 4 വരിപ്പാത സാമൂഹിക ആഘാത പഠനം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൊട്ടിയൂരിലെ അമ്പായത്തോട്ടിൽ നിന്നും മട്ടന്നൂരിലേക്കുള്ള 4 വരിപ്പാതയുടെ സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി, കൊളാരി, ശിവപുരം, തോലമ്പ്ര, വെള്ളർവെള്ളി, മണത്തണ, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ എന്നീ 9 വില്ലേജുകളിൽ ഉൾപ്പെടുന്ന 84.906 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചാണ് പഠനം നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിലുള്ള VK കൺസൾട്ടൻസി സെന്ററിനെയാണ് പഠനത്തിനായി നിയോഗിച്ചിട്ടുള്ളതെന്നും റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. 3 മാസമാണ് കാലാവധി. സർവേയിൽ കണ്ടെത്തിയ ഭൂമി പൊതു ആവശ്യത്തിന് യോജിക്കുന്നതാണോ എന്നും പഠനം നടത്തും. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡ് എന്ന് പേരിട്ട പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലുള്ള റോഡ് മാത്രമാണ് ഇപ്പോൾ 4 വരിപ്പാതയായി നിർമ്മിക്കുന്നത്. ഇതിൽ കൊട്ടിയൂരിലെ അമ്പായത്തോട്ടിൽ തുടങ്ങി മട്ടന്നൂരിൽ അവസാനിക്കുന്ന 4 വരിപ്പാതയുടെ സാമൂഹിക ആഘാത പഠനമാണ് നടത്തുക. ഹൈവിഷൻ ന്യൂസ്, കേളകം. അടയ്ക്കാത്തോട് മുട്ടുമാറ്റിയിൽ നിന്ന് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം ചീങ്കണ്ണിപ്പുഴയിൽ നിന്ന് കണ്ടെത്തി. കുന്നുംപുറത്ത് ചെറിയാന്റെ ഭാര്യ ഷാൻഡിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അടക്കാത്തോട് മുട്ടുമാറ്റിയിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം നരിക്കടവിലെ ചീങ്കണ്ണിപ്പുഴയിൽ നിന്നും കണ്ടെത്തി. മുട്ടുമാറ്റിയിലെ കുന്നുംപുറത്ത് ചെറിയാന്റെ ഭാര്യ ഷാൻഡിയാണ് മരിച്ചത്. നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് നരിക്കടവ് കോളനിക്ക് സമീപത്തെ ചീങ്കണ്ണിപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പേരാവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ്, കേളകം പോലീസ് എന്നിവർ ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ച് ആംബുലൻസിലേക്ക് മാറ്റി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഷാൻഡിയെ കാണാതായായി ഭർത്താവ് ചെറിയാൻ കേളകം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന് ചെറിയാന്റെ സഹോദരി ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. സാധാരണ പുഴയിൽ പോകാറുണ്ടോ അവര്? ഈ പുഴയിൽ നിന്ന് ഇപ്പോൾ ഒരു തോർത്ത് കിട്ടിയെന്ന് പറഞ്ഞു, അത് ഉണ്ടായിരുന്നു അല്ലേ? 11:30 പോയതല്ലേ? നടക്കാനൊക്കെ പ്രയാസമുണ്ടോ ചേച്ചിക്ക്? പ്രയാസത്തിന്റെ എല്ലാം ഞങ്ങളെക്കാളും സ്പീഡ് നടക്കും, പക്ഷേ ബാലൻസ് ഇല്ല. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ സംഭവം ഇങ്ങനെ കാണാതെ പോയി എന്ന് അറിയുന്നത്? എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ഇവിടെ ലോകത്തെല്ലാം പോകുന്നതാ. ഒരു മണിക്കൂറിലെല്ലാം കഴിഞ്ഞ് വരുന്നതാ. അപ്പൊ ഇവള് അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇരുന്നത്. അത് കഴിയുമ്പോൾ ഇവള് കാണാതായപ്പോ എനിക്ക് തോന്നി ഇവളെന്നെ വരാത്ത നോക്കി ഞാൻ എല്ലാവരും പറയാൻ തോന്നി. ഇന്നലെ മുഴുവൻ അന്വേഷിച്ചു അല്ലേ? ഇതേ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി പുഴയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വ്യാഴാഴ്ച രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് നരിക്കടവിൽ ചീങ്കണ്ണിപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മാനന്തവാടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആൻവിയ, അനിഷ എന്നിവർ മക്കളാണ്. സംസ്കാരം പിന്നീട് അടക്കാത്തോട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. നിരവധി സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി. കുഞ്ഞായിഷ. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഗ്രതാ സമിതി പരിശീലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വനിതാ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 28 വർഷം പിന്നിട്ടെങ്കിലും സ്ത്രീകൾ ഇന്നും ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളം എന്ന് പറയുന്നത് എല്ലാത്തിനും മാതൃകയാണ്, പക്ഷേ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി. കുഞ്ഞായിഷ പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സമിതി പരിശീലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രശ്നങ്ങൾ മാധ്യമത്തിൽ കൂടിയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമത്തിൽ കൂടിയൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരുകൾ അടക്കമാണ് പുറം ലോകം അറിയുന്നത്. അപ്പം അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയണം, പരിഹരിക്കാനും മുൻകൂട്ടി കാണാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ വനിതാ കമ്മീഷൻ കഴിഞ്ഞ 28 വർഷമായി പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ട് സ്ത്രീകളുടെ പദവികൾ ഉയർത്തുന്നതിന് വേണ്ടിയും സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്.
പ്രഥമ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നമുക്കെല്ലാം അറിയാം സുഗതകുമാരി ടീച്ചറായിരുന്നു. അന്നത്തെ സാഹചര്യം വളരെ വ്യത്യാസമായിരുന്നു. അന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് നിരവധി ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള കമ്മീഷൻ വേണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കമ്മീഷൻ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ ഒരുപാട് മാറി. ഇന്നിപ്പം ഈ 28 വർഷത്തിന് ശേഷവും നമ്മുടെ സ്ത്രീകൾ ഇപ്പോഴും ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നമുക്കുണ്ട്, ഒട്ടനവധി നിയമങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് എല്ലാത്തിനും മാതൃകയാണ്. സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഏത് കാര്യം എടുത്തു നോക്കിയാലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷേ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നമ്മുടെ സംസ്ഥാനത്തും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നമുക്കുണ്ട്. ഇത്തരം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലന പരിപാടിയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലിനി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ജോസഫ്, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PK വിനോദ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അഞ്ജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിട്ടി ടൗണിലെ മൊബൈൽ ഷോപ്പുകളിലും മാടത്തിൽ പോത്തൻകീഴ് ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇരിട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ A. കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. ഇരിട്ടി ടൗണിലെ മൊബൈൽ ഷോപ്പുകളിലും മാടത്തിൽ പോത്തൻകീഴ് ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇരിട്ടി ടൗണിൽ നിന്ന് ബൈക്കും 2 മൊബൈൽ ഷോപ്പുകളിൽ നിന്നായി പണവും മൊബൈൽ ഫോണും മാടത്തിൽ പൂവത്തൻ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണവും അപഹരിച്ച കേസിലെ പ്രതികളായ ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി TA സലീം, കർണാടകയിലെ സോംവാർപേട്ട് താലൂക്കിലെ ഗാന്ധിനഗറിലെ താമസക്കാരനായ മലയാളി സഞ്ജയ് കുമാർ എന്ന സഞ്ജു എന്നിവരെയാണ് പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. മാടത്തിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു ആദ്യം തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ചത്. മതിൽ ചാടിക്കടന്നാണ് മോഷണത്തിനായി ക്ഷേത്രത്തിലേക്ക് കടന്നതെന്നും തുടർന്ന് ഭണ്ഡാരം തകർത്ത് പണം അപഹരിച്ചത് എങ്ങനെയെന്നും പ്രതികൾ പോലീസിന് വിശദീകരിച്ചു നൽകി. പിന്നീട് ഇരിട്ടി ടൗണിലെ മൊബൈൽ ഷോപ്പുകളിലും ബൈക്ക് മോഷ്ടിച്ച സ്ഥലത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുത്തു. മോഷണത്തിനായി പ്രതികൾ ഉപയോഗിച്ച പിക്കാസും കമ്പിയും കീഴൂർ കുന്നിന് സമീപം റോഡരികിൽ നിന്നും പ്രതികളുടെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെടുത്തു. പെരിങ്കരി പള്ളിയിൽ നിന്നാണ് മോഷണത്തിനുപയോഗിച്ച പിക്കാസ് മോഷ്ടിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കർണാടകയിലെ വാഹനമോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് ഇരുവരും. മോഷണത്തിനു ശേഷം കർണാടകയിലേക്ക് കടന്ന പ്രതികളെ കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. ഇരിട്ടി CI A. കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോയ്, ബിനീഷ്, സുകേഷ്, പ്രവീൺ, ആർളം പോലീസ് സ്റ്റേഷനിലെ ജയദേവൻ എന്നിവരും ഉണ്ടായിരുന്നു. പ്രതികളെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ പേരാവൂർ നിയോജക മണ്ഡലം തല ജനകീയ സദസ്സ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിട്ടി സബ് RT ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പേരാവൂർ നിയോജക മണ്ഡലം തല ജനകീയ സദസ്സ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പരിപാടി MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO സാജു വിഷയാവതരണം നടത്തി. ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ശ്രീലത, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CT അനീഷ്, T. ബിന്ദു, P. രജനി, KP രാജേഷ്, കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ, റോയ് നമ്പുടാകം, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ശരത്, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോജൻ എടുത്താഴി എന്നിവർ ബസ് റൂട്ട് നിർദ്ദേശ സമർപ്പണം നടത്തി. നമ്മുടെ ഇരിട്ടിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ KSRTC ബസ് പോകാൻ മാനന്തവാടി റൂട്ടിലേക്ക് ബസ് പോകാനുള്ള ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. MLA അതിൻ്റെ പ്രശ്നത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കത്ത് തന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇരിട്ടി നഗരസഭ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്, താമസിക്കാനുള്ള സൗകര്യം. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നഗരസഭയിലേതായ റൂമുകളൊന്നുമില്ല.
അല്ലാതെ വാടകയ്ക്ക് എടുത്തിട്ട് വേണം ഇപ്പോൾ തുടങ്ങാൻ. ഇപ്പോൾ കുറേ നാട്ടുകാർ തന്നെ ആ ഒരു പരാതി നഗരസഭയിൽ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു തീരുമാനം കൂടി എടുത്തു പോകണമെന്നാണ് പറയാനുള്ളത്. അങ്ങാടിക്കടവ്, പള്ളിത്തോട്, ഇരട്ടിക്കമ്പ്, 2 കുടിമരം, 2-ാം കടവ്, പാണിയപ്പാറ, അങ്ങാടിക്കടവ്, കമ്പനി നിരത്ത്, എടൂർ, ഇരട്ടി, തലശ്ശേരി, വാളത്തോട്, എടപ്പുഴ, കരിക്കോട്ടഗിരി, വലിയറമ്മഗിരി, ആനപ്പറമ്പി, പള്ളിത്തോട്, ഇരട്ടി, ചരൽ, പാണിയപ്പാറ, അങ്ങാടിക്കടവ്, എടൂർ, ഇരട്ടി, കൊട്ടിയൂർ, മാനന്തവാടി, 5 ഉരുപ്പുംകുറ്റി, ഈന്തഗിരി, അങ്ങാടിക്കടവ്, പള്ളിത്തോട്, ഇരട്ടി, മണിക്കടവ്, ഉരുപ്പംകുറ്റി, ഈന്തഗിരി, അങ്ങാടിക്കടവ്, ആനപ്പന്തി, മുണ്ടയാവറമ്പ്, എടൂർ, ഇരട്ടി, ആലക്കോട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വൈകുണ്ഠൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷനിൽ കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബസ് റൂട്ട് സംബന്ധമായ 58 നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സമ്പൂർണ്ണ ശുചിത്വത്തിന് കർമ്മ പദ്ധതിയുമായി കോളയാട് ഗ്രാമപഞ്ചായത്ത് അടുത്ത മാർച്ചിൽ പ്രഖ്യാപനം നടത്തും. കോളയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എം റിജി അധ്യക്ഷത വഹിച്ചു. സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റിയെടുക്കൽ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ അയൽക്കൂട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടുവരൽ, പ്രദേശത്തെ എല്ലാ പട്ടണങ്ങളും ശുചിത്വവും സുന്ദരവുമായ പട്ടണങ്ങളാക്കി മാറ്റൽ, എല്ലാ ചടങ്ങുകളും ആഘോഷങ്ങളും സമ്മേളനങ്ങളും ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സംഘടിപ്പിക്കൽ, തോടുകൾ, പുഴകൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തൽ, ദ്രവമാലിന്യ സംസ്കരണവും അനുബന്ധ പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോളയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവെളുത്ത് ഘടനാവതരണവും ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷാദ് മണത്തണ റിപ്പോർട്ട് അവതരണവും നടത്തി. കോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ, ആസൂത്രണ സമിതി അംഗം കെ ടി ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് ചെയർമാൻ കെ ടി കുഞ്ഞഹമ്മദ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി രവി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് മനോജ്, സാജൻ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ പഞ്ചായത്തിൽ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളിൽ തകരാറിലായ സ്ട്രീറ്റ് ലൈറ്റുകൾ വെള്ളിയാഴ്ച തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ അറിയിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പട്ടാരം വിമലഗിരി ആശ്രമത്തിലെ ദേവദാസൻ ഫാദർ ആർമണ്ട് മാധവത്തിന്റെ ഖബറിടം സന്ദർശിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പട്ടാരം വിമലഗിരി ആശ്രമം സന്ദർശിച്ച് ദേവദാൻ ഫാദർ ആർമണ്ട് മാധവത്തിന്റെ ഖബറിടം സന്ദർശിച്ചു. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ രജത ജൂബിലി വർഷത്തിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പ് പട്ടാരത്തെത്തിയത്. ഖബറിടത്തിൽ സന്ദർശിച്ച ശേഷം ഫാദർ ആർമണ്ട് ഉപയോഗിച്ച മുറി, മ്യൂസിയം എന്നിവ സന്ദർശിച്ചു. കുടിയേറ്റക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ഫാദർ ആർമണ്ട് എന്നും ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിത മാതൃക സ്വീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞർലക്കാട്ട്, ആക്ടിംഗ് പ്രൊവിൻഷ്യൽ പാവനാത്മ പ്രൊവിൻസ് ഫാദർ വിനോദ് മാങ്ങാട്ടിൽ, പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോർജ് കുരുവിള, പട്ടാരം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോസ് തച്ചുകുന്നേൽ, നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ജിതിൻ, ആശ്രമം മുൻ ഡയറക്ടർ ഫാദർ വിൻസെന്റ് കുരിശുമൂട്ടിൽ, മാടത്തിൽ പള്ളി വികാരി ഫാദർ ജെയ്സൺ കോലാക്കുന്നേൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂർ മലബാർ BA ട്രെയിനിംഗ് കോളേജ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ചേർന്ന് അധ്യാപക ദിനാഘോഷവും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ നിലവാരവും പരീക്ഷാ പരിഷ്കരണവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. കുട്ടികളെ തോൽപ്പിച്ചല്ല നിലവാരം ഉയർത്തേണ്ടത്. 2009 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോ ഡിറ്റക്ഷൻ പോളിസി നടപ്പിലാക്കിയത്. സംസ്ഥാനത്തിന് ആവശ്യമെങ്കിൽ ഈ നയം നടപ്പാക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ അത് നടപ്പാക്കിയിരുന്നില്ല. ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ നടപ്പാക്കുന്ന നയം അടിസ്ഥാന വർഗത്തിലും ദുർബല വിഭാഗത്തിലും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്തള്ളാൻ കാരണമാകും. നിരന്തര മൂല്യനിർണ്ണയം ശാസ്ത്രീയമായി പരിഷ്കരിച്ച് കുറ്റമറ്റതാക്കി എഴുത്ത് പരീക്ഷയോടൊപ്പം ഈ മാർക്ക് കൂടി പരിഗണിച്ചാണ് ക്ലാസ് കയറ്റം നടത്തേണ്ടത്. കുറച്ച് വിദ്യാർത്ഥികൾ തോറ്റാൽ മറ്റു വിദ്യാർത്ഥികളുടെ ഗുണം വർദ്ധിക്കില്ലെന്നും മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ നിരന്തര ഇടപെടൽ വേണമെന്നും വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ രമേശ് കടൂർ പറഞ്ഞു. ഇതെല്ലാം ടീച്ചറിനുണ്ടാവണം, ടീച്ചറിലൂടെ ആർക്കും ഉണ്ടാവണം.
നമ്മുടെ കുഞ്ഞുമക്കൾക്കുണ്ടാവും, കുട്ടികൾക്കുണ്ടാവും. നമ്മളിങ്ങനെ ഞാൻ കാണിച്ചതുപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു നോട്ട് നിങ്ങൾ തയ്യാറാക്കി എല്ലാ ദിവസവും പോകുന്നു എന്ന് വിചാരിക്കും. കുട്ടികൾ ഇത് കാണും, അപ്പൊ എൻ്റെ ടീച്ചറെ പോലെ കാണാം. ബോർഡിൽ നല്ല ഭംഗിയായി എഴുതുകയാണ്, ടീച്ചർ നല്ല എഴുതാൻ, ഞാൻ മോശമായോ? കുട്ടികൾക്ക് അതുണ്ടാവും. അത് ചെറിയ ക്ലാസ്സിലായാലും വലിയ ക്ലാസ്സിലായാലും മുതിർന്ന ക്ലാസ്സിലായാലും എവിടെയായും വേണ്ട ഒരു കാര്യം. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ശേഷികൾ നേടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ കഴിയൂ എന്നാണ് വാഗ്നർ പറഞ്ഞു വരുന്നത്. അത് കുറെ കാര്യങ്ങൾ ഇത് കിട്ടുകയാണെങ്കിൽ നെറ്റിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ തരത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ശേഷി വികസിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി പറഞ്ഞത്. ഇനി നമ്മൾ പാഠപുസ്തകത്തിലേക്ക് വരാം. ഒന്ന് ചെറുങ്ങനെ ഒരു മടുപ്പ് വന്നു അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഒന്ന് എഴുന്നേറ്റ് നിന്നാലേ നമുക്ക് ശരിയാവും. പേരാവൂർ മലബാർ BEd ട്രെയിനിംഗ് കോളേജിൽ നടത്തിയ പേരാവൂർ മേഖലാതല സെമിനാറിൽ പ്രിൻസിപ്പാൾ ഇന്ദു കെ മാത്യു അധ്യക്ഷത വഹിച്ചു. കെ വിനോദ്കുമാർ, ബാലസുബ്രഹ്മണ്യൻ, VV വത്സല, ശ്രദ്ധ പ്രദീപ്, ഷർഫ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചുങ്കക്കുന്ന് ബ്രാഞ്ച് സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം KT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചുങ്കക്കുന്ന് ബ്രാഞ്ച് സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. VK വേലായുധൻ പതാക ഉയർത്തി. തുടർന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം KT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധങ്ങളുണ്ടായാൽ മാത്രമേ, കുഴപ്പങ്ങളുണ്ടായാൽ മാത്രമേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കൂ. ആ നിലയിലാണ് അവർ ഓരോ രാജ്യത്തും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങൾക്കകത്ത് അവർ ഇടപെട്ടുകൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ് നാറ്റോ എന്ന് പറയുന്നത്. നേരത്തെ വാർസാ സഖ്യം അതിന് ബദലായിട്ടുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ വാർസാ സഖ്യം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം വാർസാ സഖ്യം ഇല്ലാതായി. ഇപ്പോൾ പ്രധാനമായും നാറ്റോ സഖ്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റഷ്യ-ഉക്രൈൻ യുദ്ധം. ആ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണ്. TS കൃഷ്ണൻകുട്ടി രക്തസാക്ഷി പ്രമേയവും MC ഷാജു അനുശോചന പ്രമേയവും VM മാത്തുക്കുട്ടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. MV ചാക്കോ, പുഷ്പകുമാരി പൊങ്ങുംപുറത്ത്, MC ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കേളകം A ബ്രാഞ്ച് സമ്മേളനം CM ജോണി നഗറിൽ നടന്നു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം തങ്കമ്മ സ്കറിയ ഉദ്ഘാടനം ചെയ്തു. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കേളകം A ബ്രാഞ്ച് സമ്മേളനം CM ജോണി നഗറിൽ നടന്നു. കോമളം പതാക ഉയർത്തി. സമ്മേളനം CPIM ഏരിയ കമ്മിറ്റി മെമ്പർ തങ്കമ്മ സ്കറിയ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങളെല്ലാം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് നമ്മളെയെല്ലാം ബാധിക്കുക എന്നറിഞ്ഞുകൊണ്ട് അതിനെതിരെ ഉള്ള ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ എല്ലാം നമ്മൾ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്ടി ഘടകങ്ങളും പ്രത്യേകം യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം നമ്മുടെ അടുത്ത ഈ സമ്മേളന കാലയളവ് മുതൽ അടുത്ത സമ്മേളന കാലയളവ് വരെ നാം സ്വീകരിക്കേണ്ട അടവുകളും നയങ്ങളും സംഘടനാപരമായ കാര്യങ്ങളുമെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു കരട് രാഷ്ട്രീയ പ്രമേയം നമ്മുടെ ഓരോ ഘടകങ്ങളിലും കൃത്യമായി നമുക്ക് എത്തിച്ചേരുകയും ആ ഘടകങ്ങളിൽ വെച്ച് നമ്മളത് പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തികളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഘടകങ്ങളുടെ അഭിപ്രായങ്ങളുമെല്ലാം ഏകീകരിച്ചുകൊണ്ട് അത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊടുക്കുകയും ആ കേന്ദ്ര കമ്മിറ്റി അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം ഈ അടുത്ത സമ്മേളന കാലയളവിൽ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്നത്. ND ബെസ്റ്റിൻ രക്തസാക്ഷി പ്രമേയവും KK ഷാജി അനുശോചന പ്രമേയവും PG സന്തോഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു.
PK മോഹനൻ മാസ്റ്റർ, മൈഥിലി രമണൻ, ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ്ബ് ഓഫ് എറവൂരിന്റെ നേതൃത്വത്തിൽ റിട്ടയർഡ് അധ്യാപകൻ നാരായണൻ മാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു. YMI പേരവൂർ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് കുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ CM ദിനേശ്, ക്ലബ്ബ് ട്രഷറർ ബെന്നി, എക്സിക്യൂട്ടീവ് അംഗം സ്കറിയ എന്നിവർ പങ്കെടുത്തു. ലെൻസ്ഫെഡ് ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ 2024 എന്ന പേരിൽ ടെക്നിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. DH അക്കാദമി ഇന്ത്യൻ കോൺട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊച്ചി സെന്റർ സിഇഒയും സെക്രട്ടറിയുമായ ഷൈജു നായർ ക്ലാസ് നയിച്ചു. ലെൻസ്ഫെഡ് ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ 2024 എന്ന പേരിൽ ടെക്നിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രോഗ്രാം ലെൻസ്ഫെഡ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി VC ജഗത് പ്യാരി ഉദ്ഘാടനം ചെയ്തു. DH അക്കാദമി ഇന്ത്യൻ കോൺട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊച്ചി സെന്റർ സിഇഒയും സെക്രട്ടറിയുമായ ഷൈജു നായർ ക്ലാസ് നയിച്ചു. നിങ്ങളോട് ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് കോൺക്രീറ്റ് ഒരു പ്രോഡക്റ്റ് ആണോ കോൺക്രീറ്റ് ഒരു മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? അടിപൊളി, ബെസ്റ്റ്. വെറും മെറ്റീരിയൽ നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ഇനി പഞ്ചിട്ടേ പറയാൻ പാടുള്ളൂ. കോൺക്രീറ്റ് ഈസ് എ ഡിസൈൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അതാണ് കറക്റ്റ് വാക്ക്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ പറയില്ല, നമ്മൾ എന്ത് പറയും? ഡിസൈൻഡ് കൺസ്ട്രക്ഷൻ. ഞാൻ ഈ ഒരു സെന്റൻസ് ഞാനിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. ഇഫ് യു ഹാവ് കൺവിക്ഷൻ then only you can convince others. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയാം? ബോധ്യം. നിങ്ങൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ എന്താക്കാൻ പറ്റുള്ളൂ, അത് ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. am I right or wrong? So if you have conviction then only you can convince others. അതിനാണ് നമ്മൾ ഡിസൈൻഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, കോസ്റ്റ് ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ പ്രൈസ് പെർ ടൺ ഇതൊരു റഫ് കാൽക്കുലേഷൻ ആട്ടോ. ഇവിടെ ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഇപ്പൊ ഞാൻ കോൺക്രീറ്റിന് എന്ത് പേരാ വിളിച്ച്? മെറ്റീരിയൽസ് അല്ലേ? ഡിഫറെന്റ് കോൺക്രീറ്റ്, വുഡ്, സ്റ്റീൽ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അലൂമിനിയം. കോൺക്രീറ്റിനാണ് കമ്പാരിറ്റീവ്ലി എന്ത് കുറവ്? കോസ്റ്റ് കുറവ്. രണ്ടാമത് ഡ്യൂറബിലിറ്റി. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു അല്ലേ? ഡ്യൂറബിലിറ്റി. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എഞ്ചിനീയറിംഗിലും നമ്മുടെ MTechനും PhDക്കും ഒക്കെ ടഫായിട്ട് പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഷയിലേ പറയുന്നത്. തൊട്ട് ഏരിയ സെക്രട്ടറി ബിജു തോമസ് അധ്യക്ഷത വഹിച്ചു. NN ജഗേഷ്, CU മേശൻ, CM ബീന, PV ഉണ്ണികൃഷ്ണൻ, CM പ്രേമരാജൻ, സെബാസ്റ്റ്യൻ വർഗീസ്, K സജിത് കുമാർ, KP ഫാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ദേശീയ അധ്യാപക ദിനത്തിൽ ഇരിട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാദിയ സാദിഖ്, ഷാനിദ് പുന്നാട്, UC തില്ലങ്കേരി. അധ്യാപക ദിനമായിട്ട് ആണ് നമ്മൾ കൊണ്ടാടാറ്. അതിൻ്റെ ഭാഗമായി ഇന്ന് സെപ്റ്റംബർ 5-ാം തീയതി അധ്യാപക ദിനം നാടെങ്ങും ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്നലകളിൽ ഒരുപാട് തലമുറകൾക്ക് അറിവ് പകർന്ന് നിസ്തുലമായ സേവനത്തിന് ശേഷം വിരമിച്ച് വിശ്രമിക്കുന്ന അല്ലെങ്കിൽ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ആദരിക്കുക എന്ന ഒരു ദൗത്യമാണ് ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പിന്നാട് പ്രിയപ്പെട്ട രുക്മിണി ടീച്ചറുടെ വീട്ടിലെത്തി അവരെ ആദരിക്കുവാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. KC നാരായണൻകുട്ടി, ഇരിട്ടി നഗരസഭാ കൗൺസിലർ സമീർ പുന്നാട്, തോമസ് വർഗീസ്, PC പോക്കർ, V ബാലകൃഷ്ണൻ, ഷൈജൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. അവിസ്മരണീയമായ അധ്യാപക ദിനമൊരുക്കി കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. സ്കൂൾ പ്രിൻസിപ്പാളിനെ വഴിയിൽ കാത്തുനിന്ന് ഘോഷയാത്രയായി വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചാണ് വളണ്ടിയർമാർ അധ്യാപക ദിനം വേറിട്ടതാക്കിയത്. അധ്യാപന ജീവിതത്തിൽ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിനെ അധ്യാപക ദിനത്തിൽ വഴിയിൽ കാത്തുനിന്ന് ഘോഷയാത്രയായി വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. സ്കൂൾ പ്രിൻസിപ്പാൾ MJ വിനോദിനാണ് NSS വളണ്ടിയർമാർ അവിസ്മരണീയമായ അധ്യാപക ദിനം സമ്മാനിച്ചത്. അതിരാവിലെ സ്കൂളിലേക്കുള്ള വഴിയിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് അമ്പരപ്പോടെ കാർ നിർത്തിയിറങ്ങിയ പ്രിൻസിപ്പാളിനെ NSS ജനറൽ ലീഡർമാർ പൊന്നാടയണിയിച്ച് പുഷ്പഹാരം ചാർത്തി ഉപഹാരം നൽകി സ്വീകരിച്ചു. പ്രോഗ്രാം ഓഫീസർ വനജ ടീച്ചർ, മറ്റ് NSS വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ആദ്യം തന്നെ
ഹൃദയപൂർവ്വം ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്വീകരണം ഒരുക്കിയതിന് ആത്മാർത്ഥമായി തന്നെ നന്ദി പറയട്ടെ. PTA പ്രസിഡന്റ് ജോമി ജോസ്, അധ്യാപക പ്രതിനിധി സുനിൽ കുര്യാക്കോസ്, NSS വളണ്ടിയർ അനശ്വര ആൻഡ് ടോം എന്നിവർ സംസാരിച്ചു. ചെണ്ടമേളത്തോടെ പ്രിൻസിപ്പാളിനെ ഘോഷയാത്രയായി സ്കൂളിലേക്ക് ആനയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ വനജാകൃഷ്ണൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി കൊട്ടിയൂർ പഞ്ചായത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടന്നു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി കൊട്ടിയൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഐശ്വര്യ JLG ഗ്രൂപ്പ് കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൊട്ടിയൂർ വാലി റിസോർട്ടിൽ നടന്ന വിളവെടുപ്പ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്തിന് ഏറെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പൂക്കൃഷിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് ജില്ലാ പഞ്ചായത്ത് കൊടുത്ത തൈകൾ അത് നമ്മുടെ ഇവിടുത്തെ JLG ഗ്രൂപ്പാണ് പണി ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള JLG ഗ്രൂപ്പ് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടാണ് ഇത്തരം പൂക്കൃഷി ഇവിടെ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. കൃഷി ഓഫീസർ ആൻസ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു, CDS ചെയർപേഴ്സൺ ബീന പുതുശ്ശേരി, പുഷ്പകുമാരി പൊങ്ങുംപുറത്ത്, JLG ഗ്രൂപ്പ് അംഗങ്ങളായ ഷീബ മലമേൽ പുത്തൻപുരയിൽ, ത്രേസ്യാമ്മ വടക്കയിൽ, ആൻസി പുത്തൻപുരക്കൽ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന പച്ചക്കറി തൈ വിതരണോദ്ഘാടനം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കൊളക്കാടിലെ കണിച്ചാർ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. മെമ്പർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്ത് തന്നെയുള്ള പേരാർ ബ്ലോക്കിലെ കൃഷിശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഈ ഉൽപ്പാദനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ബ്ലോക്കിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും കൃഷിശ്രീയുടെ ആളുകളാണ് ഈ തൈകളെല്ലാം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച തൈകളാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ തൈകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ്. അതിനുശേഷവും നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് ക്രമീകരണം നടത്തണം എന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കി വാർഡ് മെമ്പർ സുരഭി റിജോ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് അനീഷ് PS സംസാരിച്ചു. പച്ചമുളക്, വഴുതിനി, തക്കാളി ഹൈബ്രിഡ് തൈകളാണ് വിതരണം ചെയ്തത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വാണിജ്യം. ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണത്തോടനുബന്ധിച്ച് ചെയിൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ചെയിൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ചത് ഏറെ ഉചിതമായി എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. എല്ലാവർക്കും ഇനി അഡ്വാൻസായി ആശംസകൾ നേരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മലബാർ ഗോൾഡ് ലോകമെമ്പാടുമുള്ള നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിലും അതുപോലെ മറ്റു വിവിധ രാജ്യങ്ങളിലുമായി 12 രാജ്യങ്ങളിൽ 350ഓളം ഷോറൂമുകൾ തുറന്നുകൊണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ വിദേശ ഞാനൊരിക്കലും നമ്മുടെ മലേഷ്യ ഒക്കെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഇവരുടെ ഷോറൂം കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മലബാർ ഗോൾഡ് നമ്മുടെ ഇരിട്ടിയിലേക്കും ഒരു വർഷത്തിലധികമായി പ്രവർത്തനം ആരംഭിച്ച് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരിട്ടിയിലും എല്ലാ ആളുകളുടെയും കസ്റ്റമേഴ്സിൻ്റെയും സാധാരണക്കാരായ ആളുകളുടെയും എല്ലാം വലിയ സഹകരണവും അതുപോലെ തന്നെ പിന്തുണയും പിടിച്ചു പറ്റിക്കൊണ്ടാണ് നന്നായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇരിട്ടി നിവാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അധ്യക്ഷ സ്നേഹിതൻ പറഞ്ഞതുപോലെ
നമുക്കെല്ലാം അറിയുന്നത് പോലെ വ്യാപാര രംഗത്ത് നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നല്ല ശതമാനം വ്യത്യസ്തങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് സമൂഹത്തിലെ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു. സ്റ്റോർ ഹെഡ് ഷാഫി പുത്തൂർ, പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 5 മുതൽ 11 വരെയാണ് ചെയിൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. വളരെ നല്ല സപ്പോർട്ടും സഹകരണവും ഒക്കെയാണ് നല്ലവരായ ഇരിട്ടി നിവാസികൾ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ തന്നിട്ടുള്ളത്. ഇതിന് തികച്ചും കമ്പനി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ലാഭത്തിന്റെ 5% അതാത് ഏരിയയിൽ തന്നെ ചെലവഴിക്കുക എന്നതാണ് കമ്പനിയുടെ പോളിസി. ചാരിറ്റി അത് വീടില്ലാത്തവർക്ക് വീടായിട്ടും മരുന്നിന് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് മരുന്നായിട്ടും ചെയർമാന്റെ ഏറ്റവും പുതിയ തീയമായ ഹങ്കർ ഫ്രീ വേൾഡ്, ഒരാൾ പോലും വിശന്നുകൊണ്ട് ഉറങ്ങരുത് എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി രാത്രി ഭക്ഷണം ആയിട്ടൊക്കെ കമ്പനി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂരിൽ ആലിയ ഫാഷൻ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സക്കീന സിൽക്സിന്റെ കൂട്ടായ്മയിൽ പേരാവൂരിൽ ആലിയ ഫാഷൻ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളിൽ ഏറെ സ്ഥാനം പിടിച്ചിട്ടുള്ള ആലിയ ഫാഷൻ പേരാവൂര് നിവാസികൾക്ക് വേണ്ടി സമർപ്പിച്ച ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പേരാവൂർ പട്ടണത്തിൻ്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി ഈ സ്ഥാപനം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നത് ഗ്രാമീണ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള സാധനം വിലക്കുറവിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഉപഭോക്താക്കൾക്ക് സംതൃപ്തിയോടെ മടങ്ങിപ്പോകാൻ കഴിയുന്ന മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമുണ്ടാകുന്നു എന്നതും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ രാമചന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ഉദ്ഘാടന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്തവർക്കായി ഏർപ്പെടുത്തിയ കൂപ്പണിന്റെ നറുക്കെടുപ്പിൽ 20 പേർക്ക് സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 227, പേരാവൂർ 229, കൊട്ടിയൂർ 228. റബ്ബർ ലോട്ട് ഇരിട്ടി 207, പേരാവൂർ 219, കൊട്ടിയൂർ 218. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 620, കൊട്ടിയൂർ 625. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 325. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6670, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പായത്തോട് മട്ടന്നൂർ 4 വരിപ്പാത സാമൂഹിക ആഘാത പഠനം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിരവധി സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. ഇരിട്ടി ടൗണിലെ മോഷണം, പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അടയ്ക്കാത്തോട് മുട്ടുമാറ്റിയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം ചീങ്കണ്ണിപ്പുഴയിൽ നിന്നും കണ്ടെത്തി. കുന്നുംപുറത്തെ ചെറിയാന്റെ ഭാര്യ ഷാൻഡിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.